അദ്ദേഹം പിടിക്കുന്ന, ഞാനിത് അദ്ദേഹത്തെ കാണുന്നതിന് മുൻപും ശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും CPM-ന് തലവേദനയാകും. LDF റിബലാണല്ലോ. LDF-ന് 2 കാൻഡിഡേറ്റ് അല്ലേ? LDF-ന്റെ സിറ്റിംഗ് MLA കാൻഡിഡേറ്റ് ആണ്, LDF-ന് വേറെ സ്ഥാനാർത്ഥിയാണ്. ആ കേട്ടില്ല. അതെ LDF റിബലല്ലേ? അതായത് അൻവർ പിടിക്കുന്ന വോട്ട് ഞാൻ ചോദിക്കുന്നത്, അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കിട്ടിയതാണ്? കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടല്ലേ? ആ വോട്ടിനകത്ത് എങ്ങനെയാ ആ വോട്ട് കുറഞ്ഞാൽ അത് CPM-നെയാണ് ഒന്നാമതായി ബാധിക്കുക, CPM-നെ തന്നെയാണ് ബാധിക്കുക. ഇനി ആ വോട്ടില്ലാതെയും ഞങ്ങൾ ജയിക്കും പറഞ്ഞല്ലോ. ഈ PV അൻവർ അപ്പുറത്ത് നിൽക്കുമ്പോഴല്ലേ 67,000 വോട്ട് ഞങ്ങൾ ജയിച്ചത്. മാറുമ്പോഴും അദ്ദേഹം ആരുടെ റിബലാണ്? CPM റിബലല്ലേ? LDF റിബലല്ലേ? 87 മുതൽ 2016 വരെ 29 വർഷം കോൺഗ്രസ് കൈവരിച്ച സീറ്റ്. അവിടെ PV അൻവർ വരുന്നു. 2016 1925 വോട്ടുകൾ, 2020 വോട്ടുകൾ. ആരുടെ വോട്ടുകൾ CPM കൊടുത്തോളം ചേർക്കപ്പെട്ടപ്പോഴാണ് 29 വർഷം കഴിഞ്ഞുള്ള കോൺഗ്രസിന്റെ സീറ്റ് അൻവർ പിടിച്ചത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ. ഇപ്പൊ അങ്ങ് അൻവറിനെ പറ്റി എത്ര ആത്മവിശ്വാസം പറഞ്ഞല്ലോ. അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല. കഴിഞ്ഞ തവണത്തെ അൻവറിന്റെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല പറഞ്ഞല്ലോ. അൻവർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചാൽ നമുക്ക് അതിനോട് ഐക്യപ്പെടലുണ്ട്. പക്ഷെ അതല്ല, അതിന്റെ സേഫ്റ്റി വാൽവായിട്ട് മാറാനാണെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഒരു ചർച്ചയും നടക്കുന്നില്ല. പ്രിയങ്കാ ഗാന്ധിക്ക് ഇത്രയേറെ ഭൂരിപക്ഷം ലഭിച്ചത് PV അൻവറിന്റെ സഹായത്തോടുകൂടിയാണ് ആയിരുന്നു. ഞാനത് കേട്ടില്ല. കേൾക്കാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞു. ശരിയാണ്, ശ്രീ KC വേണുഗോപാൽ കാലനാണ്. അത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെയും സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന്റെയും കാലനായി ആ 2 സർക്കാരുകളെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ജനങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന ആളായി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങൾക്കാർക്കും KC വേണുഗോപാലിനെ കാണുമ്പോൾ കാലനായി തോന്നുന്നില്ല. കാലൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഇപ്പം ഒന്ന് കാലനിലൊക്കെ ശ്രീ മുഹമ്മദ് റിയാസ് വിശ്വസിച്ചു തുടങ്ങുന്നതിനകത്ത് സന്തോഷമുണ്ട്. കാലൻ എന്ന് പറയുന്ന വിശ്വാസ സങ്കല്പം എന്താണ്? ഇത് നമ്മളെ അവസാനിപ്പിക്കാൻ വരുന്ന ആളാണല്ലോ കാലൻ. ഞങ്ങൾക്ക് ശ്രീ KC വേണുഗോപാലിനെ കാണുമ്പോൾ നേതാവായിട്ടാണ് തോന്നുന്നത്. മുഹമ്മദ് റിയാസിനെ കാലനായി തോന്നുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയും അവസാനിപ്പിച്ച് കേരളത്തിൽ ജനങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ പോകുന്ന CPM സർക്കാരിന്റെ കാലിലാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസിന് കാലിനായി തോന്നുന്നത്. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ, ഞങ്ങൾക്കാർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, അവർ ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറ. ഈ കഴിഞ്ഞ ദിവസവും കണ്ടൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ആ പാവപ്പെട്ടവർക്ക് 2 മാസം കുടിശ്ശികയില്ലേ? അതിനകത്ത് ഒറിജിനലായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 2 മാസത്തെ കുടിശ്ശികയില്ലേ? അല്ല, പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരും. പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിച്ചു തരൂ. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അതിനകത്തൊരു ക്ലാരിറ്റി, ഒറ്റ കാര്യം, ഒരു കാര്യം പറയട്ടെ സഹോദര ഒരു കാര്യം പറയട്ടെ. അതായത് അങ്ങേക്ക് ഈ 1600 രൂപ ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ ഈ സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസത്തെ ഏക ആശ്രയമാണ് ഈ പെൻഷൻ. ഈ സർക്കാർ വന്നിട്ട് പെൻഷൻകാരോട് ചെയ്തിട്ടുള്ള ക്രൂരത എന്താ? ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരാൾക്ക് 3 പെൻഷൻ വരെ കിട്ടുമായിരുന്നു. ആ 3 പെൻഷനെ മുടക്കി സിംഗിൾ പെൻഷനാക്കി. അവിടെ നിന്ന് ഇങ്ങോട്ട് പെൻഷൻകാരോട് ചെയ്യുന്ന ക്രൂരത എന്താ? 2 മാസം മുടക്കുക, 3 മാസം മുടക്കുക, 4 മാസം മുടക്കുക. ഈ മുടക്കുമ്പോ അവരുടെ ഫാമിലി പ്ലാനിംഗ് ആണ് തെറ്റുന്നത്. ഇനി അങ്ങേക്കൊരു കാര്യം അറിയാവോ? കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുത്തിട്ട് എത്ര കാലമായി എന്നറിയാവോ? കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മക്കൾക്ക് വിവാഹ സഹായം കൊടുത്തിട്ട് എത്ര വർഷമായെന്ന് നിങ്ങൾക്ക് അറിയാമോ? കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഒന്ന് പറയട്ടെ, KC വേണുഗോപാൽ എന്താ പറഞ്ഞത്? KC വേണുഗോപാൽ പറഞ്ഞത് ഈ പണം ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന്, പിടിച്ചു വെച്ച് ജനങ്ങളുടെ അവശതയെ ആസ്വദിക്കുന്ന സാഡിസ്റ്റിക് മനോഭാവം സർക്കാരിനുണ്ട്. എന്താണ്? 2 മാസം 3 മാസക്കാലം മുടക്കിയിട്ടിട്ട് ആ മനുഷ്യന്മാർ, ഞാൻ ജനപ്രതിനിധിയാണ്,
എന്റെയൊക്കെ ഓഫീസിൽ എത്ര ആളുകളാണ് പെൻഷൻ മുടക്കിട്ട് വരുന്നതെന്നറിയോ? ഈ സാധു മനുഷ്യന്മാരുടെ നിരാലംബമായ ജീവിതം കാണുമ്പോൾ അതിൽ അഭിരമിച്ചിട്ട് ഒരുമിച്ചൊരു തുക കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സാഡിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. അതിനെതിരായിട്ടാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത് അതല്ല ചെയ്യേണ്ടത്, എല്ലാ മാസവും പെൻഷൻ കൊടുക്കണം. അതെന്താ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാത്തത്? 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരല്ലേ ഇത്? പ്രകടന പത്രികയിൽ 2500 രൂപ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ 9 വർഷക്കാലായി. 2 ഒറ്റ ചോദ്യം. അതായത് ഇത് വെറുതെ ഒന്നുമല്ല, ആരുടെ ഔദാര്യമല്ല. ഒരു ദിവസം അല്ല പറയട്ടെ, 1 ലിറ്റർ പെട്രോളിന് 2 രൂപയാണ് അധികം വാങ്ങുന്നത്, 1 ലിറ്റർ ഡീസലിന് 2 രൂപയാണ് അധികം വാങ്ങുന്നത്. ആ വാങ്ങിയ പണം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ വാങ്ങിയ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം, കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം, ആ പണമാണ് പിടിച്ചു വെക്കുന്നത്. മാത്രമായിട്ട് പറയട്ടെ, പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ക്രോസ് ഫയറിന് വന്നിരിക്കല്ലേ നിങ്ങൾ? അല്ല പറയട്ടെ, അങ്ങനെ ചോദ്യം പ്ലേസ് ചെയ്യല്ലോ. നിങ്ങളുടെ ക്രോസ് ഫയറിന് വന്നിരിക്കില്ല സഹോദരൻ. അങ്ങയുടെ ചോദ്യം മനസ്സിലായി, അങ്ങയുടെ ചോദ്യം പ്ലേസ് ചെയ്തതിന് മറുപടിയാണ് അത് കേൾക്കും. അല്ലാതെ നിങ്ങളത് ക്രോസ് ചെയ്തേക്കാം എന്നുള്ള വിചാരമൊന്നും ദേശാഭിമാനിക്ക് വേണ്ട. പറയട്ടെ, അതായത് ഏതെങ്കിലും ഒരു കാലത്ത് സർക്കാർ പെട്രോളിന്റെ ഡീസലിന്റെ വില സ്റ്റേറ്റ് സെസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? എന്തിനാ? പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട്, പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് സെസ് വർദ്ധിപ്പിച്ചിട്ട് ആ പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല. എത്ര തവണ കുടിശ്ശിക വരുത്തി? 5 മാസത്തെ കുടിശ്ശിക വരുത്തുന്നു, കൊടുക്കുന്നു, 2 മാസം കൊടുക്കും. നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 1600 രൂപ ഈ സാധാരണക്കാർക്ക് വലിയ എമൗണ്ട് ആണെന്നേ. അവർക്ക് മാസപ്പടിയൊന്നുമില്ല, അവർക്ക് വേറൊരു വരുമാനമില്ല, അവർക്ക് ആകെയുള്ളത് ഈ പെൻഷനാണ്. ആ മനുഷ്യന്മാരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് ഒരു സാഡിസ്റ്റിക് അപ്രോച്ചിന്റെ സന്തോഷത്തിൽ ഗൂഢസ്മിതത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുന്നതിനെതിരായിട്ടാണ് ശ്രീ KC വേണുഗോപാൽ പ്രതികരിച്ചത്. അത് ഇനിയും പറയൂ. പെൻഷൻ വിതരണം ഏത് കാലത്ത് നടത്തിയാലും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ പക്ഷെ ഇങ്ങനെ കുടിശ്ശിക വരുത്താതെ ഒരു സാധാരണ മനുഷ്യനെ നിങ്ങൾക്ക് ഇനി ഇലക്ഷന്റെ സമയത്ത് 10 വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണോ കിട്ടുന്നത്? കൊടുത്തോന്നേ, സാധാരണ മനുഷ്യന്മാരല്ലേ, അവർക്ക് കൊടുക്ക്. പക്ഷെ ഇങ്ങനെ കുടിശ്ശിക വരുത്താതെ എല്ലാ മാസവും ഇത് കൊടുത്താൽ എന്താ കുഴപ്പം? ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നല്ല. കൊടുക്കേണ്ടതാണോ പെൻഷൻ? അതായത് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞതിനകത്ത് മാപ്പ് പറയണമെന്നോ? പെൻഷനിൽ കുടിശ്ശിക വരുത്തരുതെന്ന് അതായത് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞെന്താ? ശ്രീ KC വേണുഗോപാൽ പറഞ്ഞെന്താ? ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതിന്റെ ക്ലക്സ് എന്താണ്? ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതിന്റെ ക്ലക്സ് എന്താണ്? അതായത് പെൻഷൻ മുടങ്ങുന്നു അല്ലേ? അത് യാഥാർത്ഥ്യമല്ലേ? അങ്ങേക്ക് അനുഭവമുള്ളതല്ലേ? സമ്മതിക്കുന്നല്ലോ. ആ പെൻഷൻ മുടങ്ങുന്നതിനെതിരായിട്ട് അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരുവാ, ഞങ്ങൾക്കൊക്കെ സാധാരണ മനുഷ്യന്മാര് കുറച്ച് പൈസ പെൻഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരാം, മരുന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞു വരുന്ന എത്ര അമ്മമാരെ കാണുന്നറിയാവോ? ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്താ? ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതാണ് ഇവരുടെ അജണ്ടയെങ്കിൽ അങ്ങനെ കിട്ടി വന്നിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വെച്ചിരുന്ന് കൊടുത്തല്ലോ. ജനങ്ങൾ കൊടുത്തോ? ജനങ്ങൾ പ്രബുദ്ധരാണെന്നേ. മറിയക്കുട്ടി KPCC പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. മറിയക്കുട്ടി ഉന്നയിച്ച വിഷയം എന്താ? എന്റെ പൊന്നു സഹോദരൻ, മറിയക്കുട്ടി ഉന്നയിച്ച വിഷയം എന്താ? അവരുടെ വിഷയം ഇപ്പോഴും റെലവന്റ് അല്ലേ? നിങ്ങളിങ്ങനെ ആളുകളെ പരിഹസിക്കുക എന്ന് പറയുന്നത്, ഒരു നിങ്ങൾ ഈ ചാപ്പകുത്തലുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. മറിയക്കുട്ടി KPCC പ്രസിഡന്റ് ഒന്നുമല്ല. മറിയക്കുട്ടി ഉന്നയിച്ചത് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാ. ആ ആവശ്യം ഇപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് നാളെ BJPയിൽ ചേർന്ന മറിയക്കുട്ടി പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിക്കും. ഞങ്ങളതിനകത്ത് വി ആർ നോട്ട് അപ്പോളജറ്റിക് ഓൺ ദാറ്റ്. വി ഹാവ് എ സ്ട്രോങ് ആൻഡ് ഫേം സ്റ്റാൻഡ് ഓൺ ദാറ്റ്. ഞങ്ങൾ മറിയക്കുട്ടിയെ പിന്തുണച്ചത് ഈ നാട്ടിൽ പെൻഷൻ മുടങ്ങുന്ന ഒരാളായിട്ടാ. ഈ ഞങ്ങൾ പെൻഷൻ മുടങ്ങുന്ന ആളുകളെ പിന്തുണയ്ക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ആശാ സമരത്തെ പിന്തുണച്ചു. അവർ കോൺഗ്രസ്സുകാരായിട്ടാ, അവരെല്ലാവരും കോൺഗ്രസ്സുകാരായിട്ടാ. ആശാ സമരത്തെ ഞങ്ങൾ പിന്തുണച്ച് പൈസ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് മാത്രം സെലക്റ്റീവായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. CHUക്കാരില്ലേ, അതിനകത്ത് SUCIക്കാരില്ലേ? ഞങ്ങളൊരു വിഷയത്തെ സമരത്തെ ഏറ്റെടുക്കുന്നത് അയ്യോ അതിനകത്ത് എത്ര കോൺഗ്രസ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല. ആ പണി ഞങ്ങൾക്കില്ല കേട്ടോ. ഓക്കെ. ഈ സർക്കാരിന്റെ കാലത്ത് ഗവർണർ എന്ന് പറയുന്ന പദവിയുടെ ഔന്നത്യം എത്രമാത്രം ഇല്ലാതാക്കി എന്നുള്ളതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഗവർണർമാരോട് കൗതുകമില്ല. ഞങ്ങൾ അവരെ പൊളിറ്റിക്കൽ ടൂളായി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള അഭിപ്രായം തന്നെയുള്ളത്. ഗവർണർമാരോടൊപ്പം ഇരുന്ന് പ്രാതൽ കഴിക്കാൻ പോകുന്നവന്മാരും BJP ഗവർണർമാരെ ഒരുമിച്ചിരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകുന്നവന്മാരും ഒക്കെ ആലോചിച്ചാൽ മതി. RSSന്റെ അജണ്ടയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അവർ ആലോചിക്കുന്നത്? അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് RSS അജണ്ട തന്നെയല്ലേ? എങ്ങനെ
ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അദ്ദേഹം സേഫ്റ്റി വാൽവായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെയും തോൽപ്പിക്കും. അത് ക്ലാരിറ്റി ഇല്ലേ? ഇതിന് ഞാൻ മറുപടി പറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിനകത്ത് തന്നെ എനിക്കൊരു അങ്ങയോടൊരു വിഷമം എനിക്ക് തോന്നുകയാണ്. ഏതാ ഈ പ്രതിരോധവും പിന്നെ വിദേശകാര്യവും ഷിപ്പിംഗും ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് പി വി അൻവറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കാൻ ദേശാഭിമാനി തീരുമാനിച്ചോ? ആണെങ്കിൽ നമുക്ക് ഒന്നേം തുടങ്ങാം. ഒന്നേ നമുക്ക് പത്രസമ്മേളനം തുടങ്ങാം. അതായത് ഞാൻ പറയട്ടെ, പി വി അൻവർ പറയുന്ന വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ പി വി അൻവർ പറഞ്ഞ വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. ഷൌക്കത്തിന് ദേശാഭിമാനിക്ക് വിശ്വാസമില്ലേ? ഷൌക്കത്തിന് ഈ നാട്ടിലെ CPM-മാർക്ക് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് CPM-മാരുടെ വോട്ട് വാങ്ങിച്ചിട്ട് ഷൌക്കത്തിരിക്കും. ഓക്കെ, താങ്ക് യു. എന്താണ് മിനിറ്റ്സിൽ എന്താ പറയണത്? മിനിറ്റ്സിൽ വളരെ കൃത്യമായി പറയുന്നു, സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ആരാ സെക്രട്ടറി? CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യ. ഇല്ല, നിങ്ങൾ കണ്ടില്ലേ? ആ മിനിറ്റ്സ് കണ്ടില്ലേ? അല്ല, ഏത് കൃഷ്ണരാജ്, അതായത് സെക്രട്ടറി CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യ വന്നിട്ട് ഒരാളെ പേര് പറയുമ്പോ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ BJP-കാരനാണ്, സംഘപരിവാറുകാരനാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പിന്നെയും അത് തുടർന്നാൽ നിങ്ങൾക്ക് പറയാം. അത് അപ്പൊ തന്നെ അവരെ മാറ്റാൻ വേണ്ടി പിഴവ് പറ്റി CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക്. CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യക്ക് പിഴവ് പറ്റി. ആ പിഴവ് ഭരണസമിതി തിരുത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യക്ക് പിഴവ് പറ്റി, അത് തിരുത്തി. CPM-ന്റെ അത് കൃത്യമായി പറഞ്ഞേക്കട്ടെ. അത് CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യക്ക് പിഴവ് പറ്റി. പിഴവാണെന്ന് ഞാൻ പറയില്ല, ബോധപൂർവമായിരിക്കണം. പക്ഷേ ആ തെറ്റ് ഭരണസമിതി തിരുത്തി. നമ്മളെ ഈ ചോദിച്ചു വാങ്ങിക്കാന്ന് പറയത്തില്ലേ, അതാ ഇപ്പൊ കേട്ടത്. ഓക്കെ, താങ്ക് യു.